ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തെക്കുറിച്ചാണ്. ഇത് പുറത്തുനിന്നുള്ളൊരു ശക്തിയല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തിയെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിങ്ങളുടെ ബാങ്ക് ബാലൻസോ, നിങ്ങളുടെ ജോലിയോ, നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോ? എന്നാൽ ഉത്തരമല്ല എന്നാണ്. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരേയൊരു ശക്തി എന്നത് അത് നിങ്ങളുടെ മനസ്സു മാത്രമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അതിനെല്ലാം കാരണം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ്. എന്താണോ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് അതിന് സമാനമായ കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കും. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആ കാന്തത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു തോട്ടമായി സങ്കല്പിക്കുക. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും ഓരോ ദിവസവും നിങ്ങൾ ആ തോട്ടത്തിൽ ഓരോ വിത്തുകൾ പാകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ആ വിത്തുകളാണ് നിങ്ങളുടെ ചിന്തകൾ. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ പാകുന്നത് പരാജയത്തിന്റെ വിത്തുകളാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ആ വിത്ത് മുളച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയായി വളർന്നു നിൽക്കും. എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിലൂടെ മുന്നോട്ടു പോകും, എനിക്കിത് നേടാൻ കഴിയും എന്നാണെങ്കിൽ നിങ്ങൾ പാകുന്നത് വിജയത്തിന്റെ വിത്തുകളാണ്. ഈ വിത്തുകൾക്ക് നിങ്ങൾ സ്ഥിരമായി ഊർജ്ജം നൽകുമ്പോൾ അവ മുളച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളായി മാറും. ഇവിടെയാണ് പ്രധാന കാര്യം. ഞമ്മളുടെ തോട്ടത്തിൽ കളകൾ വളരുന്നത് തടയാൻ നമ്മൾ ശ്രമിക്കണം. എന്താണ് ഈ കളകൾ? സംശയം, ഭയം, നെഗറ്റീവ് ചിന്തകൾ. കളകൾ പറിച്ചുമാറ്റിയില്ലെങ്കിൽ അവ നല്ല ചെടികളുടെ വളർച്ചയെ തടയും. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഇനി എന്റെ മനസ്സിൽ ഞാൻ വിജയത്തിന്റെ വിത്തുകൾ മാത്രമേ പാകൂ. നമ്മുടെ ഏറ്റവും വലിയ തടസ്സം പുറത്തുള്ളവരല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആന്തരിക വിമർശകനാണ്, ഇന്നർ ക്രിട്ടിക്. നീ ഇതിനു കൊള്ളില്ല, നിനക്കൊരു മാറ്റവും വരുത്താൻ കഴിയില്ല, നിന്റെ കയ്യിൽ പണമില്ല. ഈ ശബ്ദങ്ങളെ കേട്ടിട്ട് നിങ്ങൾ എത്ര തവണ പിറകോട്ടു പോയിട്ടുണ്ട്? ശ്രദ്ധിക്കുക, ആ ശബ്ദം നിങ്ങളല്ല. അത് കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും രൂപപ്പെട്ട നിങ്ങളുടെ ഒരു പഴയ പതിപ്പാണ്. അതിനെ നിശബ്ദമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അതിനോട് സംസാരിക്കുക. ആ വിമർശകൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം, എനിക്ക് കഴിയും. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയെ എനിക്കിത് ചെയ്യാൻ സാധിക്കും, അതിന് ഞാൻ എന്തു ചെയ്യണം എന്ന് മാറ്റി എഴുതുക. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ്. നമ്മുടെ മനസ്സിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ ഉപയോഗം നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവ് ശക്തിയായി രൂപാന്തരപ്പെടുത്തുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ യജമാനനല്ല, നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സഹായിയാക്കി മാറ്റുക.